ഹലോ. പുസ്തകങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ 2025 ഒരു 45 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ പുസ്തകങ്ങളിൽ എൻ്റെ കയ്യിലുള്ള കോപ്പീസിനെ ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. ശരിക്കും 2025 എൻ്റെ വായന വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ഒത്തിരി പുതിയ കാര്യങ്ങളും സമയത്തിൻ്റെ കുറവും എല്ലാം കാരണം വായിച്ച പുസ്തകങ്ങളുടെ എണ്ണം ഒരുപക്ഷെ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പിടി നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതിൽ ഈ വർഷം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കലാജിയാണ്, KR മീരയുടെ. ഞാൻ ഇന്നലെ വായിക്കാൻ എടുത്തതാണ്. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് കലാജി. ഇപ്പം ഇന്ന് വായിക്കുമ്പോൾ ശരിക്കും താഴെ വെക്കാണ്ട് വായിക്കാൻ തോന്നുന്ന രീതിക്ക് നല്ല ഭംഗിയുള്ളൊരു പുസ്തകമാണ്. പക്ഷേ നമ്മൾ സമയം കണ്ടെത്തി അത് ഇങ്ങനെ പിന്നെയും അടുത്തെന്താവും എന്നൊരു ക്യൂരിയോസിറ്റി ഫുൾ നിറച്ച് വെച്ച് അങ്ങനെയുള്ളൊരു പുസ്തകം തന്നെയാണ്. നല്ല എഴുത്ത് ശൈലി, നല്ല ഭാഷ, നല്ല രീതിയിൽ കഥ പറഞ്ഞു പോയിക്കണം. കസാഖിസ്ഥാൻ്റെ കലാച്ചിയിലുള്ള കഥയാണ്. ശരിക്കും ഒരു അഭയാർത്ഥി തീവ്രവാദം അങ്ങനെയൊക്കെയുള്ളൊരു പൊളിറ്റിക്സൊക്കെ പറഞ്ഞു പോകുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ് കലാച്ചി. ശരിക്കും അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ടാണ് ഒരു ചാനലുണ്ടാക്കി എൻ്റെ റിവ്യൂസ് അതിലിട്ടൂടാ എന്ന്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇന്ന് ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ ഇടാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം KR മീരയുടെ കലാച്ചി. ഏകദേശം 400 പേജുകളുള്ളൊരു പുസ്തകമാണ് കലാച്ചി വന്നിട്ട്. അത് കൂടാണ്ട് ഞാൻ ഈ വർഷം വായിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊരു പുസ്തകമാണ് ഇപ്പോൾ കാണിച്ച മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന ബെന്യാമിൻ എഴുതിയ പുസ്തകം. ശരിക്കും ബെന്യാമിൻ്റെ കയ്യിൽ ഒരു ട്രാവലോഗ് കൊടുത്താൽ, ഒരു ട്രാവലോഗും ഫിക്ഷനും മിക്സ് ചെയ്ത് ആൾ എഴുതുന്ന എല്ലാം ഭയങ്കര മാജിക്കൽ ആവാറുണ്ട്. ഇത് പുതിയൊരു കാറ്റഗറിയായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒരു ഡോക്യു ഫിക്ഷൻ എന്ന തലക്കെട്ടിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ശരിക്കും വളരെ ഭംഗിയുള്ളൊരു പുസ്തകം, അതും കളക്ടേഴ്സ് എഡിഷൻ ആയത് കാരണം ഒത്തിരി ഇംപ്രിൻസും പോസ്റ്റ് കാർഡ്സും അങ്ങനെ ഒരു കളക്ടേഴ്സ് എഡിഷന് പറ്റിയ കുറേ അല്ലാത്ത അഡിഷൻസ് ആ ബുക്കിനകത്തുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ശരിക്കും ഷെൽവിയുടെ മൾബറിയുടെ കഥ പറയുന്നതും പാരലലി ഒരു ട്രാവലോഗ് കസാൻസാക്കിസിൻ്റെ നാട്ടിലേക്ക് യാത്ര പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ. 2025 എൻ്റെ ഫേവറേറ്റ് റീഡ്സിലുള്ള ഒരു പുസ്തകമാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്നുള്ള പുസ്തകം. ശരിക്കും ഈ പുസ്തകത്തിന് ഏകദേശം 400 പേജുകളാണ്, 430 ആ റേഞ്ചിലുള്ള പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത്. പിന്നെ ഈസി റീഡാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നല്ല ഭംഗിയുള്ള ഭാഷയും ഭംഗിയുള്ള എഴുത്തും പിന്നെ ഒറ്റയിരിപ്പിനെ തീർക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. കുറച്ച് ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്ത് വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഒരു സ്നാക്ക് റീഡൊന്നുമല്ല, നല്ല കണ്ടൻറ്റുള്ള നല്ല ഭംഗിയുള്ളൊരു പുസ്തകമാണ് ഈ പുസ്തകം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകം, അത് കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് വായിച്ചൊരു ബുക്കാണ് ദീപ നിശാന്തിൻ്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ. ഈ പുസ്തകം ശരിക്കും ഒരു സ്നാക്ക് റീഡാണ്. അവരുടെ നല്ലൊരു ഭാഷയിൽ ജസ്റ്റ് അനുഭവങ്ങൾ എഴുതി പോയേക്കുന്ന അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതി പോയേക്കുന്ന ഒരു സ്നാക്ക് റീഡ്. പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകം അഗാപ്പയാണ് ആൻപാലിയുടെ. അത് വളരെ ഭംഗിയുള്ളൊരു ഒരു സ്നാക്ക് റീഡ് പോലത്തെ ബുക്ക് തന്നെയാണ്. പക്ഷേ നല്ല പുറത്ത് പഠിക്കാനൊക്കെ പോയിട്ടുള്ള കുട്ടികളുടെ അവരുടെയൊക്കെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. ചെറിയ റൊമാൻസൊക്കെ ഉള്ള രസമുണ്ട്. പിന്നെ ഉള്ളത് രജത്താർ എഴുതിയ പുസ്തകമാണ് ബോഡി ലാബ്. ശരിക്കും ഇത് ഭയങ്കര ഒരു ത്രില്ലറാണ്, ഒറ്റയിരുപ്പ് തീർക്കാൻ പറ്റും. പിന്നെ ഉള്ളത് റബേക്ക ശരിക്കും നമ്മുടെ കൂടത്തായി കേസിൻ്റെ അനലോഗസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അത് റിലേറ്റ് ചെയ്യുന്നൊരു പുസ്തകമാണ്. കഥ നമുക്കറിയാമെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള എഴുത്താണ്, ഒറ്റയിരുപ്പിന് വായിച്ചു പോകും. സുന്ദര ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു സ്നാക്ക് റീഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടാത്തൊരു ബുക്ക് കൂടിയാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു സ്നാക്ക് റീഡ് പെട്ടെന്നൊരു 1/4 മണിക്കൂറിൽ വായിച്ച് തീർക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. പിന്നെ കാളി, അശ്വതി ശ്രീകാന്തിൻ്റെ കാളി ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലി നമുക്ക് സ്നാക്ക് റീഡെന്ന് പറയാം. എന്നാൽ അതിൽ നല്ല രീതിക്കുള്ള മോറൽ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ
സിമ്പിളായിട്ട് നമുക്ക് മുന്നിലേക്ക് പാക്കറ്റ്സ് പോലെ ഇട്ടന്നേക്കാണ്. ഏതാനും ചെറുകഥകളിലൂടി നല്ല ഭംഗിയുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഗുഡ് റീഡാണ് കാളി എന്ന് പറയുന്നതും. പിന്നെ ജോളി ചിറയത്തിൻ്റെ നിന്ന് കത്തുന്ന കടലുകൾ. ശരിക്കും ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ മോശമായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷനിൽ തുടങ്ങിയതാണ്. പക്ഷെ ഒറ്റയടിക്ക് വായിച്ച് തീർക്കുകയും ചെയ്തു. നല്ല രസമുള്ളൊരു പുസ്തകമാണ്, നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു നല്ല റീഡായിരുന്നു. പിന്നെ ഉള്ളത് കൈൻഡ് ഓഫ് വൺ ഓഫ് മൈ ഫേവറേറ്റ് റീഡ്സ് ഓഫ് 2025 തീവണ്ടി യാത്രകൾ. വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രാവലോഗ്, മെമ്മറി, എവ്രിതിങ് ദാറ്റ്സ് സോ ഗുഡ്. പിന്നെ ഉള്ളത് രജത്താറിൻ്റെ തന്നെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബാണ്. ദാറ്റ് ഈസ് ഓൾസോ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റിയ നല്ലൊരു ത്രില്ലറാണ്. പിന്നെയുള്ള ശ്രീപാർവതിയുടെ പ്രേമാശ്രമം, വിച്ച് ഇസ് ഒരു സ്നാക്ക് റീഡാണ്, ഒരു ഗുഡ് റീഡാണ്, അങ്ങനെ പറയാൻ പറ്റിയൊരു പുസ്തകമാണ്. പിന്നെയുള്ള നഗ്നനായ കൊലയാളിയുടെ ജീവിതം, ഒരു ഒറ്റയിരുപ്പിൽ തീർക്കാൻ പറ്റിയ ഈസി റീഡ് എന്ന് വേണം പറയാൻ. അതും ജസ്റ്റ് ഒരു ഈസി സിമ്പിൾ സ്നാക്ക് റീഡ്. പിന്നെ ഞാൻ വായിച്ചത് ഋത്വിക് സിംഗിൻ്റെ ഈ ഒരു സീരീസ് ഓഫ് 3 ബുക്സാണ്. ഐ ഡോണ്ട് ലവ് യു എനിമോർ, വാംത് ആൻഡ് താങ്ക് യു ഫോർ ലീവിങ്. ഈ 3 പുസ്തകങ്ങളെ പറ്റി പറയാനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കൊത്തിരി ചിന്തിക്കാനുള്ള സ്പേസ് ആൻഡ് ഗ്യാപ്പ് തന്ന് ജസ്റ്റ് ഒരു സെൽഫ് റിലാക്സിങ്, ഒരു റിലീഫിന് വേണ്ടി വായിക്കാൻ പറ്റിയ രീതിക്കുള്ള ബുക്സാണ്. ചിലപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണം, റീഡിങ് ബ്രേക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ റീഡേഴ്സ് ബ്ലോക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് എടുത്ത് കുറയ്ക്കാൻ എന്തെങ്കിലും വേണ്ട പോലെ ഒരു ഗുഡ് സ്നാക്ക് റീഡ് വേണമെന്ന് തോന്നിയാൽ വായിക്കാൻ പറ്റിയൊരു സീരീസാണ് ഋത്വിക് സിംഗിൻ്റെ ഈ 3 പുസ്തകങ്ങൾ. പിന്നെ ഉള്ളത് ഖലീൽ ഗിബ്രാൻ്റെ ഈ പുസ്തകമാണ്. ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ലിറ്റിൽ ബുക്ക് ഓഫ് ലവ്, ഖലീൽ ഗിബ്രാൻ. ശരിക്കും ഭയങ്കര രസമുള്ളൊരു ഈസി റീഡ്, ഗുഡ് റീഡ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് റീഡ്. പിന്നെ ഉള്ളത് ഷിൻറിൻ യോക്കോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന ഒരു ജാപ്പനീസ് പുസ്തകമാണ്. ശരിക്കും ഒരു സിമ്പിൾ ആൻഡ് സ്ലോ റീഡാണ് ഷിൻറിൻ യോക്കോ, ബട്ട് സ്റ്റിൽ ഗുഡ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു കൈൻഡ് ഓഫ് എൻ്റെ 2025 വായന, ഇൻക്ലൂഡിങ് ഫ്യൂ ഓഫ് മൈ ഫേവറേറ്റ് റീഡ്സ്. പക്ഷേ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, ദ ബെസ്റ്റ് ബുക്ക് ഓഫ് 2025 ഞാൻ വായിച്ചത്, എനിക്ക് ബെസ്റ്റ് ബുക്കെന്ന് ഫീൽ ചെയ്തൊരു ബുക്കുണ്ട്. ദാറ്റ്സ് എ സർപ്രൈസ്, ഇനി പറയത്തുള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് ഒരു 2025 റാപ്പ്, എൻ്റെ 2025 റാപ്പ് എന്ന് പറയാനുള്ള പുസ്തകങ്ങൾ. ശരിക്കും ഞാൻ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 12, 13, 14 പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നു. പിന്നെ വർഷം അവസാനിക്കാറായപ്പോഴാണ് ഞാനൊന്നും വായിച്ചില്ലല്ലോ എന്നോർത്ത് പിന്നെയും വായിക്കാനൊക്കെ എടുക്കുകയാണ്. ശരിക്കും ഒരു നല്ല രീതിക്ക് റീഡേഴ്സ് ബ്ലോക്ക് എഫക്റ്റ് ചെയ്തിരുന്ന ഒരു വർഷം കൂടിയായിരുന്നു ഈ വർഷം. പക്ഷെ ഞാൻ റീഡേഴ്സ് ബ്ലോക്ക് ഒഴിവാക്കാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ. ഡെയിലി 30 പേജസ് വായിക്കും എന്ന് വിചാരിക്കുക. ഡെയിലി 30 പേജസ് വായിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ, അങ്ങനെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഇറ്റ് അഫക്റ്റഡ്. ആൻഡ് ഈ 30 പേജ് വെച്ച് വായിച്ചു പോകുന്നത് നല്ല രസമായിരുന്നു. അത് എൻ്റെ റീഡേഴ്സ് ബ്ലോക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഈ റീഡേഴ്സ് ബ്ലോക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയം നമുക്ക് സ്നാക്ക് റീഡ്സ് വായിക്കണം എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ പോയി ഏതെങ്കിലുമൊക്കെ സ്നാക്ക് റീഡ് മേടിക്കും. അങ്ങനെ റീസെൻ്റ്ലി ഞാൻ കുറേ സ്നാക്ക് റീഡ്സ് ഒരുമിച്ച് മേടിച്ച കൂട്ടത്തിലാണ് കാളിയൊക്കെ മേടിക്കുന്നത്. കാളി, പ്രേമനഗരം, അങ്ങനെ സുന്ദര ജീവിതം, അങ്ങനെ കുറച്ച് സ്നാക്ക് റീഡ്സൊക്കെ ഒറ്റ ബഞ്ചിൽ പോയി മേടിച്ച് അത് ഒരു ദിവസം തന്നെ 2-3 പുസ്തകങ്ങളിരുന്ന് വായിച്ച ഒരു റീഡേഴ്സ് ബ്ലോക്കിനെ കളയാൻ വേണ്ടി ഞാൻ വായിച്ചതാണ്. ഇനിയാണ് എൻ്റെ 2025 ബെസ്റ്റ് റീഡ് വരുന്നത്. ദാറ്റ് ഇസ് തപോമയുടെ അച്ഛൻ ബൈ ഇ സന്തോഷ് കുമാർ. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തെ പറ്റി പറയാനാണെങ്കിൽ ദ ബെസ്റ്റ് ബുക്ക്, ഞാൻ ഇത്ര നാൾ വായിച്ചാലും ബെസ്റ്റ് ബുക്കെന്ന് വേണമെങ്കിലും പറയാം. അത്രയും നല്ല ഭംഗിയിൽ, ശരിക്കും ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ്, ക്വാളിറ്റിയുള്ള ഭാഷയിൽ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കാണ് സന്തോഷ് കുമാർ.
ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അഭയാർത്ഥി ക്യാമ്പും അഭയാർത്ഥികളുടെ ജീവിതമൊക്കെയാണ് പ്രമേയമെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ എൻ്റെ ബെസ്റ്റ് റീഡ് എന്ന് പറഞ്ഞത് തപോമയുടെ അച്ഛൻ തന്നെയാണ്. ശരിക്കും ഞാൻ തപോമയുടെ അച്ഛൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ ബുക്കിന് തപോമയുടെ അച്ഛൻ എന്ന് പേരിട്ടതെന്ന്. ശരിക്കും ആ പേരിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ലൈക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. പുസ്തകം ഒരു 75% വായിച്ചപ്പോൾ വരെയും എനിക്ക് എൻ്റെ ചിന്ത തന്നെയായിരുന്നു, എന്തിനാ ഈ പുസ്തകത്തിന് തപോമയുടെ അച്ഛൻ എന്ന് പേരിട്ടത്. പക്ഷേ പുസ്തകം ഒരു 85% 90% തീർന്നപ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാളും നല്ലൊരു പേര് ഈ ബുക്കിന് ഇടാനില്ല എന്ന് തോന്നിപ്പോയി. അത്രയും ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ് തപോമയുടെ അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ ആ പേരിടലിന് പോലും അത്രയും ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്തൊരു ബുക്കാണിത് എനിക്ക്. അതുകൊണ്ട് തന്നെ തപോമയുടെ അച്ഛനാണ് 2025 എൻ്റെ ബെസ്റ്റ് റീഡ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇത്ര നേരം ഈ ബുക്സിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി താങ്ക് യു. ആൻഡ് ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് റിവ്യൂസും കൂടുതൽ ബുക്സിൻ്റെ പരിചയപ്പെടുത്തലുകളൊക്കെ ആയിട്ട് ഐ വിൽ ബി കമ്മിങ് വിത്ത് മോർ വീഡിയോസ്. താങ്ക് യു.